അള്ളാഹുവിന്റെ ഖലീലായിട്ട് ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇബ്രാഹിം നബി ഒറ്റയ്ക്ക് തിന്നാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ വിളിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കാതെ ഇബ്രാഹിം നബി കഴിക്കാറില്ലായിരുന്നു. ഒരിക്കൽ ഭക്ഷണം എടുത്തു വെച്ചു, ആളെ കിട്ടിയില്ല, കരഞ്ഞുകൊണ്ട് നടന്നു. കിലോമീറ്ററുകളോളം ഇബ്രാഹിം നബി ഒരു പാവപ്പെട്ടവനെ തെരഞ്ഞു നടന്നു. കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നു. അവളോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു തന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കാൻ രോഗികൾക്ക് കൊടുക്ക്. ഒരു പാവപ്പെട്ട രോഗി, ക്യാൻസറും ട്യൂമറും പിടിച്ച എത്ര രോഗികളെ കാണാം, കിഡ്നികളില്ലാത്തവർ, എന്തെല്ലാം പരീക്ഷണങ്ങൾ. പാവപ്പെട്ട പെൺമക്കൾ, യതീമാണ്, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വകയില്ലാത്ത എത്രയോ പേര്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത എത്ര പേരുണ്ടെന്നറിയും. എനിക്കാണെങ്കിൽ അടുത്ത് ഒരു സഹോദരി, പടച്ചവന് സങ്കടം കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയി, അല്ല, ഇത്രയും പാവപ്പെട്ടവരുണ്ടോ? ഇത്രയും ഒരു 32 ലക്ഷം രൂപ കടമുണ്ട് ആ സഹോദരിക്ക്. പറയാ ഉസ്താദ്, ചില ദിവസങ്ങളിൽ മൂന്ന് നേരം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നേരമൊക്കെ കിട്ടുന്ന കാര്യം തന്നെ, ഒരു നേരം തന്നെ കഴിക്കാൻ ഭക്ഷണം വലിയ പ്രയാസത്തിന്റെ കഥ പറയുന്നവർ, ഇങ്ങനെയുള്ള എത്രയോ പാവങ്ങളുണ്ട്. പക്ഷെ അവരാരുടെ മുന്നിലും പിരിക്കാനും കൈനീട്ടാനും വരില്ല. ഈ പായിപ്പാട് തന്നെ കാണാം എത്രയോ പേർ. അവരാരുടെ മുന്നിൽ നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കളിച്ച് നടക്കും, പക്ഷെ പട്ടിണിയായിരിക്കും. നാം അത് മനസ്സിലാക്കി അറിഞ്ഞവരെ സഹായിക്കുക, അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ തയ്യാറാവുക. എന്റെ പ്രിയപ്പെട്ടവരെ, പാവങ്ങൾക്ക് ഇപ്പൊ പള്ളിയുടെ പണി നടക്കുന്നു. പായിപ്പാട് പള്ളിയുടെ പണി നടന്നു, അൽഹംദുലില്ലാഹ്, കട്ട കെട്ടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. എന്തേ സഹോദര മനസ്സ് വരാത്തത്? നമ്മളെ ചിന്തിക്കേണ്ടത് അവിടെയാ. എന്തുകൊണ്ട് അല്ലാഹുവേ ഈ കാണുന്ന ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന ഈ ഷെഡിനകത്ത് നിന്ന് കയറിയിട്ട് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കയറിയിട്ട് ഒരു ജുമാ നിസ്കരിക്കണം, ഒരു വഖത്ത് നിസ്കരിക്കണം? അല്ലാഹുവേ, എങ്ങനെയെങ്കിലും അതിനകത്തൊന്ന് കയറിപ്പറ്റണം. എന്തേ നമുക്ക് ആ ചിന്ത വരാത്തത്? നമ്മൾ ഓരോരുത്തരും നമുക്ക് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ തയ്യാറായാൽ, ഒരു കട്ടയുടെ പൈ, ഒരു 10 രൂപ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഇത്രയും തകൃതിയിൽ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറണം, നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ ഈ പണി ഇങ്ങനെ നടക്കുന്നത്. എന്നാലും നമുക്ക് തോന്നുന്നുണ്ടോ സഹോദര, എന്തെങ്കിലും ഒന്ന് കൊടുക്കണം? ഞാൻ എന്ത് കൊടുത്തു? അതാ ചിന്തിക്കേണ്ടത്. നമുക്കെന്ത് കൊടുക്കാൻ? എന്ത് ചോദിക്കുമ്പോഴും ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ അന്ന് തന്നു, അങ്ങനെ തന്നെ, ഞാൻ അന്ന് തന്നില്ലേ, പിരിവെടുത്തപ്പോ അങ്ങനെ തന്നില്ലേ, ഇങ്ങനെ തന്നില്ലേ, അങ്ങനെയല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ജാരിയായ സദക്കയല്ലേ, ജാരിയായ സദക്ക. ഇതിനേക്കാളും വലിയ പ്രതിഫലം എന്താ? ഈ പള്ളി എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ, ഈ പള്ളിക്കകത്ത് ആരെല്ലാം അങ്ങ് നിസ്കരിക്കുന്നുണ്ടോ, ഖിയാമത്ത് നാൾ വരെ ഈ പള്ളിക്ക് ഒരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുത്തവന് പ്രതിഫലമുണ്ട്, ഒരു കല്ല് വാങ്ങിക്കൊടുത്ത ഒരു പ്രതിഫലമുണ്ട്. നമ്മൾ ഈ പായിപ്പാട്, ഈ നാട്ടുകാരായ നമ്മളത് കൊടുക്കാതെ വന്നപ്പോ ഈ നാട് എവിടെയാണെന്ന് പോലും അറിയാത്ത എത്രയോ പേർ പല പല ഭാഗങ്ങളിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി കമ്പി വാങ്ങി തന്നവരില്ലേ, ഒരു മുസല്ലയുടെ ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ തന്നവരില്ലേ, അൽഹംദുലില്ലാഹ്, ഒരു കല്ല് വാങ്ങാൻ, ഒരു കട്ട വാങ്ങാൻ 100 കല്ലിന്റെ പൈസ ഞാൻ തരാം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി പള്ളി കണ്ടിട്ടില്ലെങ്കിലും കൊടുക്കുന്നവരില്ലേ. അതാണ് അൽഹംദുലില്ലാഹ്, അതിന്റെ പ്രതിഫലം അല്ലാഹ് കാണിച്ചു കൊടുക്കും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൊടുത്തത് ചെറുതും വലുതും നമുക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു കാരക്കയുടെ കീറ് സദക്ക കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒരു അടിമയെ കിട്ടി. ചരിത്രം പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു അടിമയെ കിട്ടി. അടിമയെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ആ അടിമയെ വിട്ടേക്കാൻ, അത് നരകത്തിന്റെ അവകാശിയാ, ആ നരകം പറഞ്ഞു വിട്ടേരെ, നരകത്തിന്റെ അവകാശിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അടിമയെ പറഞ്ഞു വിട്ടു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ അടിമയെ തിരിച്ചു വിളിച്ചേക്ക് നബി, അത് സ്വർഗത്തിന്റെ അവകാശിയ. മിനിറ്റുകൾക്ക് മുമ്പ് നരകത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ അടിമ സ്വർഗത്തിന്റെ അവകാശിയായി. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതമായി. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു വിട്ടപ്പോ ഒരു കാരക്ക ഇവിടെ കൊടുത്തു വിട്ടു. അതങ്ങനെയാണല്ലോ, അടിമയെ പറഞ്ഞു വിടുമ്പോ ഒരു കാരക്ക കൊടുത്തു വിട്ടു. ആ ഈത്തപ്പഴവുമായി കാരക്കയുമായി നടന്നു പോകുന്ന വഴിയില മറ്റൊരാളെ കണ്ടു, കൈ നീട്ടുന്നത് കണ്ടു, പകുതി അദ്ദേഹത്തിന് കൊടുത്തു. ആ കാരക്കയുടെ ചീള്, കയ്യിലിരുന്ന കാരക്കയുടെ പകുതി ആ പാവപ്പെട്ടവന് കൊടുത്തതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിന്റെ അവകാശിയായി മാറി. ഇതാണ് സദക്ക.
ഇതാണ് സദക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സദക്ക കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ മാരകമായ രോഗങ്ങൾ അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ തട്ടിമാറ്റും അനുഭവമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളും വലിയ വലിയ പ്രയാസങ്ങളും അപകടങ്ങളും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമല്ലോ. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന 5 രൂപ അല്ലെങ്കിൽ 10 രൂപ, നമ്മൾ പറയാറുണ്ടല്ലോ, ജസ്റ്റാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഞാൻ അത്ഭുതം, എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല. സഹോദര, നീ കൊടുത്ത സദക്കയുടെ ബലമാ. നീ കൊടുത്ത സദക്ക കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ രക്ഷപ്പെടുത്തിയത്. എന്തുകൊണ്ടത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവേ സദക്ക കൊടുത്താൽ സദക്ക 2 കാര്യങ്ങളാണ് നമുക്ക് നേടിത്തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പള്ളികൾക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, മദ്രസകൾക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പായിപ്പാടെന്ന് പറയുന്ന ഈ നാട്ടിലെ പള്ളിക്ക് വേണ്ടി പടച്ചവനെ അതാ കയ്യിൽ കിടന്ന സ്വർണ്ണമൂര്യത്തുന്നവരുണ്ടല്ലോ, പടച്ചവനെ രക്തം വിയർപ്പാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഈ പള്ളിക്ക് വേണ്ടി തന്നവരുണ്ടല്ലോ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? കൊടുത്തത് വെറുതെയല്ല, കൊടുത്തത് വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ കോപമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോപത്തിനെ തണുപ്പിക്കാൻ, അല്ലാഹുവിന്റെ കോപത്തിനെ തണുപ്പിക്കാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ, ഒരുപാട് പാപം ചെയ്യുന്നവരാണ്, ഒരുപാട് നന്ദികേടുകൾ കാണിക്കുന്നവരാണ്. അങ്ങനെ പടച്ചറപ്പ് നമ്മളിൽ വല്ലാത്ത കോപമാണ്. അല്ലാഹു കോപിസ്തനായിരിക്കുമ്പോ ആ കോപത്തിനെ തണുപ്പിക്കാൻ കഴിയുന്ന ഒരു എളുപ്പ വഴിയാണ് സദക്ക കൊടുക്കല്. പടച്ചവനെ, സദക്ക കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപം മാറുകയാണ്, അല്ലാഹുവിന്റെ കരുണ ഇറങ്ങുകയാണ്, അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കുകയാണ്. അതുകൊണ്ട് സദക്ക ചെയ്യുന്നതിലൂടെ പടച്ചറപ്പ് നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ മാരക രോഗങ്ങൾ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ, കിഡ്നി തകർന്നു പോകുന്ന രോഗങ്ങൾ, കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗങ്ങൾ, ഇങ്ങനെയുള്ള രോഗങ്ങളെ തട്ടിമാറ്റി അല്ലാഹുവിന്റെ കാരുണ്യം നിന്റെ കുടുംബത്തിലേക്ക് വരാൻ സദക്ക കൊണ്ട് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ 2ാമത്തെ നേട്ടം എന്താ? അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക കൊടുക്കുന്നവര് ഈ ദുനിയാവിന്റെ ഈ ഭൂമിയുടെ ഏതെങ്കിലും മൂലയിലിരുന്നിട്ട് ഈ പള്ളിക്ക് വേണ്ടി സദക്ക കൊടുത്തവര് അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പേടിക്കണം സഹോദരാ, പേടിയാണ്. ഈമാനില്ലാത്ത മരണം നമുക്ക് വലിയ പേടിയാണ്. ഈമാനില്ലാതെ മരിച്ചു പോയാ നമ്മൾ നഷ്ടപാളിയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, സദക്കയുണ്ടല്ലോ അത് മോശമായ മരണത്തിനെ തടയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണം, ഈമാനില്ലാത്ത മരണം, അല്ലാഹുവേ കാഫിറായി മരിച്ചു പോകുന്നൊരവസ്ഥ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ അധ്വാനിച്ച പൈസയുണ്ടല്ലോ അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ചിലവഴിക്കാൻ തയ്യാറായ, നിങ്ങൾ കൊടുക്കാൻ തയ്യാറായ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മോശമായ മരണത്തിൽ നിന്നുള്ള രക്ഷയാണ്, മോശമായ മരണത്തിൽ നിന്നുള്ള രക്ഷയാണ്. അതുകൊണ്ട് പടച്ചവനെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പടച്ചറപ്പേ ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ
അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കിടന്നു വന്നു. അവിടെ നിന്ന് റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കിടന്നു വന്നു. അവസാനം ആ തൊണ്ടയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ശഹീദിനെ പോലെ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് അല്ലാഹുവേ ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണമെന്ന് കൊതിക്കുന്നവര് അത് സദഖയിലൂടെ നേടാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള സദഖയുണ്ടല്ലോ, ഈ സദഖയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറണം. എന്ത് വഴിയാണെന്ന് പടച്ചറപ്പിനെ അറിയോ. അതുകൊണ്ട് എന്നെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരിക്കലും വെറുതെയാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഇത് ജാരിയായ സദഖയാ, ഇത് അല്ലാഹുവിന് വേണ്ടിയാ, പടച്ചറപ്പിന്റെ പള്ളി പണിയുന്നതിന് വേണ്ടിയാ. പടച്ചവനെ കട്ടകെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 കല്ലിന്റെ പൈസയാകട്ടെ, ഒരു ചാക്ക് സിമെന്റിന്റെ പൈസയാകട്ടെ, പടച്ചവൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഖിറവും രക്ഷപ്പെടുകയാണ്. പടച്ചവനെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സദസ്സിലും ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 200 ഖത്തം ഓതി വച്ചിരിക്കുകയാണ്. ആ ഖത്തത്തിന്റെ ദുആ ചെയ്യാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുമ്പോ പടച്ചവനെ അതിൽ പങ്കാളികളാകാൻ ഈ പള്ളിക്ക് വേണ്ടി ഒന്നാമത് മുതൽ ഈ ദിവസം വരെ തന്നവർ ഒരുപാട് പേരുണ്ട്. പലരും മണ്ണിനടിയിലാണ്, പലരും രോഗികളാണ്, പലരുടെയും പേരറിയില്ല, പലരുടെയും ആഗ്രഹമറിയില്ല. പടച്ചവനെ എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് സഹായിച്ചവരുണ്ടോ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനല്ലാതെ മറ്റൊന്നും നമുക്കടിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ കരുണ നിനക്ക് വേണോ, നിന്റെ കുടുംബത്തിന് വേണോ, നിന്റെ ഭാര്യ മക്കൾക്ക് വേണോ, നിന്റെ ജീവിതത്തിൽ വേണോ? അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണ്ടേ. സന്തോഷമുള്ള ജീവിതം വേണ്ടേ, ഈമാനുള്ള മരണം വേണ്ടേ, ഖബർ ജീവിതം സന്തോഷത്തിലാകണമല്ലോ, മഹ്ശറ സന്തോഷത്തിലാകണമല്ലോ, നന്മതിന്മ എഴുതിയ കിതാബ് വലം കൈകൊണ്ട് വാങ്ങണമല്ലോ. പടച്ചറപ്പേ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കണമല്ലോ. അല്ലാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കടക്കണമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള എളുപ്പവഴിയാണ് സദഖ കൊടുക്കൽ. സദഖ പല രീതിയിലുണ്ട്. അതിലെ ഏറ്റവും നല്ല സദഖ അത് ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. അത് അല്ലാഹുവിന്റെ കോപത്തിനെ തടയും, ദുർമരണത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായിട്ട് സദഖ ചെയ്യാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രീതിയിൽ പള്ളിക്ക് കൊടുക്കാൻ പറ്റുന്നവരങ്ങനെ, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്ന അങ്ങനെ രോഗികൾക്ക് കൊടുക്കാം, യതീമീങ്ങൾക്ക് കൊടുക്കാം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് ചെറുതും വലുതുമായിട്ട് ഒരു ദിവസം ഒരു 10 രൂപയെങ്കിലും സദഖ വേണ്ടി മാറ്റിവെക്കാം. ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളി വരുമ്പോൾ മാത്രമല്ല, ഒരു ദിവസം അൽഹംദുലില്ലാഹ് ഒരു പാവപ്പെട്ടവനെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ, ഒരു സദഖ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് 200ഓളം ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഖത്തത്തിന്റെ ദുആ നമുക്ക് ചെയ്യണം. അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ദുആ വസിയത്തുകളൊക്കെ ഉണ്ട്. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ
സ്കാനിങ് ചെയ്യാനിരിക്കുന്നവർ, അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെയൊക്കെ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. വാട്സപ്പിലൂടെ ഓൺലൈനിലൂടെ എൻ്റെ വയല് കേൾക്കുന്നവർ പള്ളിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും തരുന്നവരാ, ഒരുപാട് തന്നവരാ. എങ്കിലും അൽഹംദുലില്ലാ ഞങ്ങൾക്കതിനകത്ത് കയറി ഇങ്ങനെ നിസ്കരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ പിന്നെയും നിങ്ങളുടെ മുന്നിൽ നമുക്ക് വേണ്ടിയല്ലേ യാചിക്കാൻ നാണക്കേടുള്ളൂ. അള്ളാഹുവിന് വേണ്ടി ചോദിക്കുന്നതിൽ ഒരു മടിയും എനിക്കില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അൽഹംദുലില്ലാ കല്ലോ കട്ടയോ സിമെന്റോ എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ പല തുള്ളി പെരുവെള്ളം നിങ്ങളതിൽ പങ്കാളികളാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൂടെ? ഇപ്പോൾ അൽഹംദുലില്ലാ 200ഓളം ഖത്തം ഓതി വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനൊക്കെ വേണ്ടി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാ ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് അൽഹംദുലില്ലാ സദക്ക നൽകിയവരുണ്ട്. അൽഹംദുലില്ലാ നമ്മുടെ അൽഹംദുലില്ലാ നമ്മൾ ഞാൻ വയലിന് പോയി പരിചയമുള്ള സഹോദരൻ സിയാദക്ക, തിരുവല്ലയിലൊക്കെ ഒരുപാട് കടയുള്ള നമ്മുടെ അൻസാരിയാണ്, എൻ്റെ ഒക്കെ സുഹൃത്താണ്. നമ്മുടെ സിയാദക്ക നമ്മുടെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി 50,000 രൂപ നല്ല മനസ്സോടുകൂടി ഇവിടുത്തെ പള്ളിയുടെ കാഞ്ഞിപ്പുഴ പള്ളിയുടെ ഒക്കെ പ്രസിഡന്റൊക്കെയാണ് അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായെങ്കിലും അൽഹംദുലില്ലാ ചോദിച്ച ഉടനെ ഒരു ലോഡ് കല്ലിന് എത്ര രൂപ? 50,000 രൂപ ഇൻഷാ അല്ലാഹ് തരാമെന്ന്. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മുറഹീമായ പടച്ചുറബേ ദയാലുവായ അല്ലാഹ്, പടച്ചവനെ സിയാദെന്ന സഹോദരന്റെ സദക്ക സ്വീകരിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഭാര്യ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. എല്ലാ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ തമ്പുരാന്. പടച്ചവനെ മക്കളെ 2 പേരെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പൊന്നുമകന്റെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ സലാം അബ്ദുസലാം എന്ന സഹോദരൻ എന്റെ മരണപ്പെട്ടു പോയ പിതാവിനും മാതാവിന്റെയും ഖബർ വിശാലമാകുന്നതിന് വേണ്ടിയും പടച്ചവനെ തന്റെ പൊന്നുമകൻ UK-ൽ നല്ല ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അല്ലാഹുവേ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ്. ഈ മജ്ലിസിൽ വെച്ച് തന്റെ പൊന്നുമകന് നല്ല ഒരു ജോലി കിട്ടിയാൽ പടച്ചവനെ 1ാമത്തെ ശമ്പളം പള്ളിക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. അല്ലാഹുവേ 1,00,000 രൂപ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. സലാബക്കയുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. പടച്ചവനെ തന്റെ ഉമ്മയുടെ ശരീരത്ത് കിടന്ന സ്വർണം പള്ളിക്ക് തരാമെന്ന് പടച്ചവനെ ഏറ്റിരിക്കുകയാണ് റബ്ബേ. നീ സ്വീകരിക്കണേ തമ്പുരാന്. കൂടപ്പറപ്പുകളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ തന്റെ പൊന്നുമകന് നല്ല ഒരു ജോലി കൊടുക്കണേ അല്ലാഹ്. പടച്ചറപ്പേ എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. തന്റെ ആദ്യത്തെ ശമ്പളം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി തന്ന മനുഷ്യനാണ്. കൈവിടല്ലേ അല്ലാഹ്. കുടുംബസമേതം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. പടച്ചവനെ തങ്കമ്മ ബീബി എന്ന സഹോദരി തന്റെ മരണപ്പെട്ട ഭർത്താവ് ഖാസിം സാഹിബിന്റെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി പടച്ചവനെ പള്ളിക്ക് വേണ്ടി 50,000 രൂപ സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ.
റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. കബറിടം വിശാലമാക്കണേ അല്ലാ. സ്വർഗ കവാടം തുറക്കണേ അല്ലാ. ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയ ഭാര്യയാക്കണേ അല്ലാ. പടച്ചവനെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. പടച്ചവനെ KS ഹമീദ് മാതാപിതാക്കൾക്കും ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും തന്റെ കുടുംബത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ 50,000 രൂപ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാ. ആ കുടുംബത്തിൽ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. മലപ്പുറത്ത് നിന്നൊരു സഹോദരൻ തന്റെ മരണപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വർഷങ്ങളായി പടച്ചവനെ ശ്രമിച്ചിട്ടും മാറാത്ത ഭാര്യയുടെ വസ്വാസ് മാറിക്കിട്ടാൻ 15,000 രൂപ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. കബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാ പ്രയാസവും മാറ്റണേ അല്ലാ. സൈതാനിന്റെ ഉപദ്രവത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, മീൻ കച്ചവടം ചെയ്യുന്ന കാഞ്ഞിപ്പുഴയിലുള്ള ഒരു പാവപ്പെട്ട സഹോദരന് അല്ലാഹുവേ 2 മക്കളും ഹാഫിളായി കാണാൻ ആഗ്രഹിക്കുന്ന സഹോദരനാ. ആ സാബു വന്ന സഹോദരൻ 10,000 രൂപ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. വാപ്പയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. എല്ലാ പ്രയാസവും മാറ്റണേ അല്ലാ. പടച്ചവനെ, എന്നെ സ്നേഹിക്കുന്ന റിയാസ് എന്ന് പറയുന്ന സഹോദരൻ അല്ലാഹുവേ കടലിൽ മത്സ്യബന്ധത്തിന് പോകുന്ന ആളാണ് റബ്ബേ. സെയ്ദ് എന്ന വള്ളം അല്ലാ കടലിൽ പോയി മീൻ പിടിക്കുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ, 5,000 രൂപ സദഖ ചെയ്ത റിയാസ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ അവരുടെ റിസ്കിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ദുബൈയിൽ നിന്ന് സലീം ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി 10,000 രൂപ നിന്റെ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുന്ന റബ്ബേ, സലീമിന്റെ സദഖ സ്വീകരിക്കണേ അല്ലാ. പ്രവാസിയാണ്, എല്ലാവിധ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, സന്തോഷം നൽകണേ അല്ലാ. ആയൂരുള്ള ഒരു സഹോദരി, മകന് 3 വയസ്സുള്ള കുട്ടിയാണ്, കണ്ണിന്റെ കാഴ്ച കുറവാണ് റബ്ബേ. 6,666 രൂപ ഈ മജ്‌ലിസിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ഈ മജ്‌ലിസിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. മജീദ് മൈസൂരിൽ നിന്ന് തന്റെ മകന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ശിഫ കൊടുക്ക് റബ്ബേ. ആഫിയത്ത് കൊടുക്ക് റബ്ബേ. ദീർഘായുസ് കൊടുക്ക് റബ്ബേ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ. പടച്ചവനെ, ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ മൂത്ത സഹോദരി ഹോസ്പിറ്റലിലാണ് റബ്ബേ. വളരെ പ്രയാസത്തിലാ അല്ലാ. 5,000 രൂപ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്തിരിക്കുകയാണ്. സ്വീകരിക്കണേ റബ്ബേ. വേദനകൾ മാറ്റണേ റബ്ബേ. ശിഫ കൊടുക്കണേ റബ്ബേ. നിനക്കില്ലാത്ത, നിന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ലല്ലോ അല്ലാ. അല്ലാഹുവേ, ആഫിയത്ത് നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ.
കാസർഗോഡുള്ള ഒരു സഹോദരി മകൾക്ക് 24 വയസ്സായി ഖൈറായ ഒരു ജീവിതം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാറ് റബ്ബേ സ്വീകരിക്കണേ അല്ലാ. ആ പെങ്ങൾക്ക് നല്ല ഒരു ജീവിതം കൊടുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഒരു സഹോദരി എത്രയും പെട്ടെന്ന് ഉംറ ചെയ്യുവാൻ, മുത്തുനബിയുടെ ചാരത്തെത്തുവാൻ, മക്കളെ സ്വാലിഹീങ്ങളാകാൻ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാന്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ റഹ്മാന്. പടച്ചവനെ സഹോദരി മകൻ അടുത്ത മാസം 24-ാം തീയതി CMA-യുടെ പരീക്ഷയാണ്. വിജയം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി നൽകണേ അല്ലാ. തന്റെ സുഹൃത്ത് 2 ദിവസം മുമ്പ് ആക്സിഡന്റിൽ ഹോസ്പിറ്റലിലാണ്. റബ്ബേ നിഹാലെന്ന സഹോദരന് ശിവ കൊടുക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ആമിന ഷാജഹാൻ എന്ന സഹോദരി 5 മാസം ഗർഭിണിയാണ്. പടച്ചവനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറാൻ, സുഖപ്രസവത്തിനും സ്വാലിഹായ സന്താനത്തിന് കിട്ടാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാകുവാൻ റബ്ബേ 5000 രൂപ സദഖ ചെയ്തിരിക്കുന്ന റബ്ബേ കണ്ണിന് കുളിർമയുള്ള സന്താനത്തിന് കൊടുക്കണേ അല്ലാ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ, ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കണിയാപുരത്ത് നിന്ന് അലി എന്ന സഹോദരൻ തന്റെ മകൾക്ക് ഇന്റർവ്യൂ കഴിഞ്ഞു. നല്ല ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി, സ്വാലിഹായ ഒരു ഇണയെ കിട്ടുന്നതിന് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മോഹത്തോട് 15000 രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. അലിയുടെ സദഖ സ്വീകരിക്കണേ അല്ലാ. പൊന്നുമോൾക്ക് നല്ല ഒരു ഇണയെ കൊടുക്കണേ അല്ലാ, നല്ല ഒരു ജോലി കൊടുക്കണേ അല്ലാ. പടച്ചവനെ തന്റെ പൊന്നുമകന് ഒരു നല്ല ഭാവി നൽകണേ അല്ലാ. പടച്ചവനെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. നിലമ്പൂരിൽ നിന്നൊരു സഹോദരി പടച്ചവനെ ഡിയാൻസി കഴിഞ്ഞു. അല്ലാഹുവേ ഒരു പ്രയാസവും ഇല്ലാതിരിക്കാൻ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കൊണ്ടോട്ടിയിൽ നിന്നൊരു സഹോദരൻ തന്റെ കടങ്ങൾ വീടാറ്. പടച്ചവനെ എല്ലാ കടങ്ങളും നീ മാറ്റണേ അല്ലാ. മൂത്ര സംബന്ധമായ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. മഞ്ചേരിയിൽ നിന്ന് അബ്ദുൽ വഹാബ് റബ്ബേ സ്വീകരിക്കണേ അല്ലാ. കടലിൽ പോകുന്ന സഹോദരനാണ് റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മലപ്പുറത്ത് നിന്ന് ഷമീർ എന്ന സഹോദരന് തന്റെ കുടുംബത്തിൽ 6 പേർ ചേർന്ന് 6666 രൂപ പള്ളിക്ക് വേണ്ടി സദഖ നൽകിയിരിക്കുന്നു റബ്ബേ. ഉപ്പയുടെ കബറിടം വിശാലമാക്കണേ അല്ലാ, മണ്ണറ മണിയറയാക്കണേ അല്ലാ. പടച്ചവനെ പ്രവാസിയാണ്, സമാധാനം നൽകണേ അല്ലാ. ഒരു സഹോദരി മകന് ഒരു കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടി, അല്ലാഹുവേ താനാളൂരുള്ള സഹോദരിയാണ്, കടങ്ങളൊക്കെ വീടുന്നതിന് വേണ്ടിയും എല്ലാ പ്രയാസങ്ങളും മാറാൻ സ്വീകരിക്കണേ റബ്ബേ. അഭിവൃദ്ധി നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങളൊക്കെ മാറ്റണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. നിലമ്പൂരിൽ നിന്നൊരു സഹോദരി പടച്ചവനെ മരുമകൻ കേസിൽ കുടുങ്ങി കിടക്കുകയാണ്. മോചനം കൊടുക്കണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി അസീസ് അബൂദാബിയിൽ നിന്ന് റബ്ബേ സദഖ ചെയ്തിരിക്കുന്നു, സ്വീകരിക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. റാഷിദ ഷാജി അസുഖം മാറുന്നതിന് വേണ്ടി ശിവ കൊടുക്ക റബ്ബേ, ആഫിയത്ത് കൊടുക്ക റബ്ബേ. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി സദഖ ചെയ്ത സഹോദരങ്ങൾ അല്ലാഹുവേ, ചന്ദരൂരുള്ള ഒരു കുടുംബം അല്ലാ. പടച്ചവനെ രോഗികളാണ്, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവിടുത്തെ സഹോദരിയുടെ എല്ലാ പ്രയാസവും മാറ്റണേ അല്ലാ. മക്കൾക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. പൊന്നുമോന്റെ വിവാഹം എളുപ്പത്തിലാക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ 5 വർഷമായി മക്കളില്ലാത്ത കുടുംബം കരുണ കാണിക്കണേ അല്ലാ. സ്വാലിഹായ സന്താനത്തിന് നൽകണേ അല്ലാ. പടച്ചവനെ ഒരു സഹോദരി 100 കല്ല് സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ മംഗലാപുരത്ത് നിന്ന് പടച്ചവനെ സദഖ ചെയ്തിരിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ തമ്പുരാന്. അല്ലാഹുവേ കമ്മല് സദഖ നൽകിയിരിക്കുകയാ, ആ ശരീരത്തെ അറുത്ത് മുറിക്കല്ലേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ.
അല്ലാ, നരകത്തിലിട്ട് കരിക്കല്ലേ അല്ലാ. അൻവർ മലപ്പുറത്ത് നിന്ന് ഈമാൻ കിട്ടി മരിക്കുന്നതിന് വേണ്ടി ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്ന് റബ്ബേ സ്വീകരിക്കണേ തമ്പുരാന്. അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാന്. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ പടച്ചവനെ, ഈ പള്ളിക്ക് വേണ്ടി 3333 രൂപ സദഖ ചെയ്ത കുടുംബമാണ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ സ്വർണം വിറ്റിട്ട് ഈ പള്ളിക്ക് വേണ്ടി സദഖ അയച്ച സഹോദരി സ്വീകരിക്കണേ തമ്പുരാന്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് സദഖ നൽകിയിട്ട് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ടോ അല്ലാ, എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ാകട്ടെ. അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി സദഖ നൽകിയവരുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇബ്രാഹിം എന്ന സഹോദരൻ തൻ്റെ ഭാര്യയുടെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ് അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, സദഖ നൽകിയവരുണ്ട്. അവർക്ക് ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് 200ഓളം ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ദുആയിൽ അവരെ കൂടെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ വാട്സപ്പുകളിലൂടെ ഒക്കെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു റഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, നമ്മുടെ റമദാൻ മാസം കടന്നു വരുന്നു. അപ്പോൾ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരാഗ്രഹം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ആരെങ്കിലും ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ വിചാരിക്കും ഒന്നുമില്ല എന്ന്. അപ്പോൾ പലരും അൽഹംദുലില്ലാഹ് അങ്ങനെ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ആരോ ഒരു സഹോദരൻ സാധാ ഒരു കിറ്റ് ഞാൻ വാങ്ങിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ആരാണെന്നറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറൊരു സഹോദരൻ അൽഹംദുലില്ലാഹ് ഷാജിക്കായെ വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുക്കാം. 3000 രൂപയാണ് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സലീം അണ്ണൻ അൽഹംദുലില്ലാഹ് ഒരു കിറ്റ് ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സലാം അണ്ണൻ്റെ വകയായിട്ട് ഒരു കിറ്റ് റമദാനാകുമ്പോൾ ഞാൻ പറയും ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മുടെ ഐക്കായ ഒരു കിറ്റ് ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 3000 രൂപയുടെ ഒരു കിറ്റ്, ആ കിറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ കിറ്റ് വാങ്ങിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ആ പൈസ ഇട്ട് കൊടുത്തേക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഇസ്മായിൽ അണ്ണനും ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നേരിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരോ പാവപ്പെട്ടവരാരാണെന്ന് എനിക്കറിയില്ല പടച്ചവനെ. പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ അല്ലാഹുവേ, നോമ്പ് മുറിക്കുവാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ലാതെ പ്രയാസപ്പെടുന്ന
ആ പാപങ്ങൾക്ക് പടച്ചവനെ ഒരു മാസക്കാലം കഴിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു കിറ്റിന് 3000 രൂപ. അള്ളാഹുവെ പടച്ചവനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഇസ്മായിലിനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹു ജീവിച്ചിരിപ്പുണ്ട സഹോദരൻ അള്ളാഹു ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ വഴുത കേൾക്കുന്നതാണ് ഉമ്മ പടച്ചവൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്. അള്ളാഹു ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവരുടെയൊക്കെ കച്ചവടങ്ങളിൽ അള്ളാഹുവെ ചായയൊക്കെ പള്ളി ക്ലാസ്സിനൊക്കെ ചായ കൊണ്ടുതരുന്ന കുടുംബങ്ങളാണ്. അള്ളാഹു അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വഴുത കേൾക്കുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അതിൻ്റെ ഒരു ഗൂഗിൾ പേ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഷബീർ അലി എന്ന് പറയുന്നൊരു സഹോദരൻ അൽഹംദുലില്ലാ റമദാൻ മാസത്തിലാ കൊടുക്കുന്ന ഒരു കിറ്റ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഷബീർ അലിയുടെ കാഞ്ഞങ്ങാടുകാരനാണ്. അപ്പോൾ അള്ളാഹു ഷബീർ അലിയുടെ ദുനിയാവ് ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗൂഗിൾ പേയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് എൻ്റെ പേരിലാണ്. അപ്പോൾ അതിനകത്ത് എന്ത് വന്നാലും അത് പാവങ്ങൾക്ക് കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പള്ളിയുടേതല്ല, നിങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കേണ്ടത്. അത് പള്ളിയുടെ, നിങ്ങൾ ലൈവ് കേൾക്കുന്നവർ കേൾക്കേണ്ടത് പള്ളിയുടെ പൈസയല്ല. പള്ളിയുടെ പൈസ അതിനകത്ത് ഇടാൻ പാടില്ല. അത് പാവപ്പെട്ടവർക്ക് ഇൻഷാ അല്ലാഹ് കിറ്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പം അത് നിങ്ങൾ വ്യക്തമായി കേട്ടിട്ടേ ചെയ്യാവൂ. പള്ളിയുടെ ഇട്ടിട്ട് എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകരുത്. അതുകൊണ്ടാണ് ഞാൻ ജാമ്യം എടുത്തെടുത്ത് പറയണേ. പള്ളിയുടെ പൈസ അതിനകത്ത് ഇട്ടാൽ പള്ളിയുടെ പള്ളിക്ക് തന്നെ കൊടുക്കണം. അപ്പം ആരെങ്കിലും നിർബന്ധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ നിർബന്ധിക്കാത്തത്. ഇൻഷാ അല്ലാഹ് അന്നെ ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുക്കല്ലേ. അൽഹംദുലില്ലാ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ സന്താനങ്ങൾ അള്ളാഹു നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഈമാനുള്ള മരണം കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. വീടിന്റെ പണിയൊക്കെ നീ എളുപ്പത്തിലാക്കി കൊടുക്കണം തമ്പുരാനെ. നിയാൻ പൂനെയിൽ നിന്നുകൊണ്ട് ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പള്ളിക്ക് വേണ്ടി സദഖ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞൂടെ, എന്നിട്ട് ദുആ ചെയ്യാം. ബിസ്മില്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം